അപ്പോൾ എല്ലാ റാലിയിലും ഞങ്ങൾ പറയുന്ന അത് തന്നെയാണ്, ഈ 400 സീറ്റിലേക്ക് BJP എത്തും അല്ലെങ്കിൽ NDA എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. ഇന്ത്യ മുന്നണി എന്താണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്? അവർ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജയിലിൽ നിന്ന് ബെയിൽ കിട്ടി ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ എന്താണ് പറയുന്നത്? നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പിണറായി വിജയൻ, MK സ്റ്റാലിൻ തുടങ്ങിയവർ ജയിലിലേക്ക് പോകും തെരഞ്ഞെടുപ്പ്. ഡൽഹിയുള്ള 7 ലോക്സഭാ സീറ്റുകളിലും അവർ പരാജയപ്പെട്ടു. 2019 മാപ്പ് അവിടെ പരാജയപ്പെട്ടു. അപ്പൊ 2024 വരുമ്പോൾ എന്ത് മാറ്റാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു പ്രധാനപ്പെട്ട മാധ്യമം പറഞ്ഞാണ് അവർ ജിഗ്നേഷ് മേവാനിയെ ഭയക്കുന്നു BJP. ഈ 75 വയസ്സ് കഴിഞ്ഞാൽ BJPയിൽ പെൻഷൻ പ്രായം എന്ന് BJPയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. BJPയുടെ ഒരു നാഷണൽ കൗൺസിലോ നാഷണൽ എക്സിക്യൂട്ടീവിലോ തീരുമാനവും എടുത്തിട്ടില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പരസ്പരം കേരളത്തിൽ മത്സരിച്ച് പോരടിച്ച് പോയിട്ടാണ് നിരുപാധിക പിന്തുണ ഒന്നാം UPA സർക്കാരിന് ആര് കൊടുക്കുന്നത്? ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് കൊടുക്കുന്നത്. അതെ. നമസ്കാരം. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകടമായ എന്തു മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവസാന ഘട്ടങ്ങളിൽ? പരിശോധിക്കാം. എനിക്കൊപ്പം ഉള്ളത് BJP പ്രതിനിധി ജയരാജ് കൈമളാണ്. ജയരാജ്, നമസ്കാരം. നമസ്കാരം. വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ 1, 2, 3 ഘട്ടങ്ങളിലൊക്കെ വല്ലാത്ത രീതിയിൽ വോട്ടിംഗ് ശതമാനം കുറയുകയുണ്ടായി. അത് BJPയെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് പരക്കെയുള്ളൊരു പ്രചരണം. എന്തു തോന്നുന്നു? അതൊരു അങ്ങ് പറഞ്ഞ പോലെ തന്നെ അതൊരു പ്രചരണം മാത്രമാണ്. അതൊരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഒരു പറ്റം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അതുകൂടാതെ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും നടക്കുന്ന ഒരു ശ്രമം, അത്ര മാത്രമേ ഉള്ളൂ. നോക്കൂ, BJP പോലുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ വോട്ടുകൾ കൃത്യമായി കാലേക്കൂട്ടി തന്നെ രാവിലെ തന്നെ 11 മണിക്കുള്ളിൽ തന്നെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവരെ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് പെട്ടിയിലാക്കാനുള്ള ഒരു സംഘടനാ സംവിധാനം BJPക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അപ്പോൾ വോട്ടിംഗ് ശതമാനം ഒരു കാരണവശാലും BJPയുടെ പ്രതീക്ഷയോ അല്ലെങ്കിൽ BJPയുടെ പ്രത്യാശയോ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ വോട്ടിംഗ് ശതമാനവും തെരഞ്ഞെടുപ്പ് ഫലവും തമ്മിലുള്ള ഒരു റിലേഷൻ, നിങ്ങളൊരു കോറിലേഷൻ നോക്കുകയാണെങ്കിൽ അത് വളരെ പഴയ ഒരു സംവിധാനമാണ്. 1952 മുതൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സംഭവമാണ്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ അത് ഭരിക്കുന്ന പാർട്ടിക്കുള്ള തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന എന്താ പറയുക അവരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളൊരു നറേഷൻ. അതിൽ വസ്തുതാപരമായി ഒന്നുമില്ല. അതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാക്ച്വൽ എവിഡൻസുമായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അത് കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു നറേറ്റീവായിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. BJPയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 4 ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഒരു കാര്യം സുവ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 379 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സൂറത്തിലെ സീറ്റ് തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ BJP വിജയിക്കുകയും ചെയ്തു. അപ്പോൾ 380 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 4 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞങ്ങൾ കേവല ഭൂരിപക്ഷം NDA ക്രോസ് ചെയ്തു എന്നുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് ഇന്ത്യൻ പാർലമെന്റ് വേണ്ടത് 272 സീറ്റുകളാണ്. അത് ഞങ്ങൾ ക്രോസ് ചെയ്തു എന്നുള്ളത് അവിതർക്കിതമായ വിഷയമാണ് എന്ന് മാത്രമല്ല, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ അമിത്ഷാജി അതൊരു തെരഞ്ഞെടുപ്പ് റാലിയിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ മുന്നോട്ടേക്കാണ് അടുത്ത 3 ഘട്ടങ്ങളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ ഈ പറയുന്ന BJPക്ക് 370 എന്നുള്ള മാന്ത്രിക സംഖ്യയും NDAക്ക് 400 എന്ന് പറയുന്ന സീറ്റിലേക്കുമുള്ള ഞങ്ങളുടെ പ്രയാണമാണ് ഇനി കാണാൻ പോകുന്ന ഘട്ടങ്ങൾ എന്ന്. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് ഈ 400 എന്ന പ്രയാണം, ഇതേക്കുറിച്ച് ആദ്യം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ആദ്യഘട്ട പ്രചരണങ്ങളൊക്കെ ഈ 400 എന്നുള്ളത് എടുത്തു പറഞ്ഞിരുന്നു. പിന്നീട് 2ാം ഘട്ടത്തിലേക്കൊക്കെ കടന്നപ്പോൾ ഈ 400 കേൾക്കാനേ ഇല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അങ്ങനെ തോന്നിയോ? അങ്ങനെ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അവർ ഈ രാജ്യത്തെ പത്രങ്ങളും ചാനലുകളും ഒന്നും കാണുന്നില്ല എന്ന് വേണം പറയാൻ. 2 ദിവസം മുന്നേ ഹിന്ദുസ്ഥാൻ ടൈംസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പ്രത്യേക അഭിമുഖ്യത്തിൽ വളരെ കൃത്യമായി ശ്രീ അമിത്ഷാജി പറയുന്നുണ്ട്, ഞങ്ങൾ 400ലേക്കാണ് പോകുന്നത്, 400 തന്നെയാണ് പ്രയാണം. BJPയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ഇത്തവണ 400 കടക്കും എന്നുള്ളത് കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി മലയാളത്തിൽ പറഞ്ഞ കാര്യമാണ്. നോക്കൂ, ഇനിയിപ്പോ ഹിന്ദി നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളോട് കേരളത്തിലെ മാധ്യമങ്ങളോട് പറയും ഇത്തവണ ഞങ്ങൾ 400 കടക്കും. അപ്പൊ എല്ലാ റാലിയിലും ഞങ്ങൾ പറയുന്ന അത് തന്നെയാണ്, ഈ 400 സീറ്റിലേക്ക് BJP എത്തും അല്ലെങ്കിൽ NDA എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസമാണ്. നോക്കൂ, BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അടച്ചിട്ട AC മുറികളിൽ ഇരുന്നു കൊണ്ടോ മറ്റോ ഒന്നുമല്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണ്, പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും. അത് നോക്കൂ, വളരെ കൃത്യമായി താഴേക്കിടയിലെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയാണ് BJP ഈ പറയുന്ന പോലെ മുന്നോട്ട് പോകുന്നത്.
2014 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരായിരുന്നു, എല്ലാ സർവേയും ഞങ്ങൾക്കെതിരായിരുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഞങ്ങളെ കളിയാക്കി, എങ്ങനെയാണ് BJPക്ക് ഈ പറയുന്നത് പോലെ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ സാധിക്കുക, ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നത് 2014 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് 272 സീറ്റ് ക്രോസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു, നമ്മൾ കണ്ടതാണ്. 2019 തെരഞ്ഞെടുപ്പായപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഈ അധികാരം ഞങ്ങൾ നിലനിർത്തുമെന്ന് മാത്രമല്ല അതിൽ കൂടുതൽ സീറ്റ് 2014 ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് 2019 കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞു. എന്താ സംഭവിച്ചത്? 303 സീറ്റുമായി നരേന്ദ്രമോദി രണ്ടാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തും. ഇത്തവണ ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, മൂന്നാം തവണയും വർദ്ധിത വീര്യത്തോടുകൂടി ഈ പറയുന്ന 400 സീറ്റുകളുമായി NDA അധികാരത്തിലെത്തുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന 4-ന് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഈ ഇലക്ഷന്റെ റിസൾട്ട് പഴയ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കഷ്ടി ഒരു 2 ആഴ്ച മാത്രമേ ഉള്ളൂ. 4-ാം തീയതി കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും 4-ാം തീയതി 12 മണി കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്ന് സ്വാഭാവികമായി ചിന്തിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ BJPക്ക് ഈ കാര്യത്തിൽ യാതൊരു ഭയവുമില്ല. ഞങ്ങൾക്ക് കൃത്യമായ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിലൂടെയാണ് ഈ സംഖ്യ പറയാൻ സാധിക്കുന്നത്. ഇത് സ്വാഭാവികമായും കാണിപ്പയ്യൂര് കവടി നിർത്തി പറയുന്നൊന്നുമല്ലല്ലോ. ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. ആദ്യം 4 തെരഞ്ഞെടുപ്പ് 4 ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നും, ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അത് തന്നെയാണ് ശ്രീ അമിത്ഷാജി റാലിയിൽ, പൊതുറാലികളിൽ പറയുന്നത്. അങ്ങനെ കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്ന് കേരളത്തിലെ ഒരവസ്ഥ എങ്ങനെയാണ് ആ ഫീഡ്ബാക്ക്? നോക്കൂ, കേരളത്തിലും BJPക്ക് ഇത്തവണ MP-മാരുണ്ടാകും. ഞാൻ ആവർത്തിച്ച് പറയുന്ന MP അല്ല, MP-മാർ കേരളത്തിൽ നിന്നുണ്ടാകുന്നു. അപ്പൊ ജനം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാ കാലത്തും നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷത്തിനും ഈ പറയുന്ന പോലെ കോൺഗ്രസിനും UDF-നും പറ്റിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. നമുക്ക് അവരൊരു മുന്നണിയായിട്ടാണ് ഇന്ത്യയിൽ മത്സരിക്കുന്നത്. ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ എല്ലായിടത്തും മത്സരിക്കുന്നത്. കേരളത്തിൽ വന്നപ്പോൾ അതിൽ വ്യത്യാസം വന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന പോരടിക്കുന്ന ഒരു സാഹചര്യം. ഇത് ജനങ്ങൾ മനസ്സിലാക്കും. ജനങ്ങൾ ഇതിനെ വിധി എഴുതുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾക്കെതിരെ, ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾക്കെതിരെ, ഇത്തരം ഡൽഹിയിൽ ദോസ്തിയും കേരളത്തിൽ ഗുസ്തിയും കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പിനെതിരെ കേരളത്തിലെ ജനങ്ങളും വിധി എഴുതും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസിന് പ്രതീക്ഷ 2004 2004 എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്തും 2024 എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പക്ഷേ 2004 കോൺഗ്രസിനുണ്ടായിരുന്ന സംഘടനാ സംവിധാനങ്ങൾ അതൊന്നും ഇന്നില്ല. പിന്നെ എങ്ങനെയാണ് അത്? നോക്കൂ, അത് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷയാണ്. അത് സ്വാഭാവികമായിട്ട് അവരൊരു ഡില്യൂഷണൽ ലോകത്താണ് അവർ ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവർ വീണ്ടും ഫെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ റീലോഞ്ച് ചെയ്ത ഒരു പാരമ്പര്യം അവർക്കുണ്ട്. കഴിഞ്ഞ 2014 മുതൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന 2024 വരെ നോക്കൂ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ ശ്രമിക്കുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഫെയിൽഡ് പ്രോഡക്റ്റിനെ വീണ്ടും റീലോഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് മുന്നോട്ട് പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ അവരത് പറയുന്നില്ല. അവർക്കൊരു മുഖമില്ല. ആരവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? സ്വാഭാവികമായിട്ടും അവർ അധികാരത്തിൽ വരണമെങ്കിൽ ജനം ഒരാൾക്ക് വോട്ടിയുണ്ട്, ഒരു മുഖത്തിന് വോട്ടിയുണ്ട്. ആരാണ് ആ മുഖം എന്ന് പറയുന്നത്? രാഹുൽ ഗാന്ധിയാണോ അവരുടെ മുഖം? അതോ മല്ലികാർജ്ജുൻ ഖാർഗെയാണോ അവരുടെ മുഖം? അതോ വേറെ ഏതെങ്കിലും സഖ്യകക്ഷി നേതാവാണോ അവരുടെ മുഖം? അപ്പോൾ മുഖമില്ലാത്ത ഒരവസ്ഥ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തരം ഉള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് മുഖം നഷ്ടപ്പെട്ടുകൊണ്ട് അവരൊരു തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2014 2019 അവർക്ക് എത്ര സീറ്റാണ് കിട്ടിയത്? ഈ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. 2004 അവർക്ക് സ്വാധീനമുള്ള പല പ്രദേശങ്ങളിലും അവർക്ക് ഇത്തവണ വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് 2019 തെരഞ്ഞെടുപ്പ് നിങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിന് ആകെ ലഭിച്ച 52ഓളം സീറ്റുകളിൽ കേരളം, അതുപോലെ തന്നെ പഞ്ചാബ്, തമിഴ്നാട്, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം അവർക്ക് 31 സീറ്റ് കിട്ടി. ഇന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് 31 സീറ്റ് കിട്ടുമെന്ന്? ഒരിക്കലുമില്ല. അത് അവർക്കും അറിയാം. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ സ്വാഭാവിക ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവർക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. 4-ാം തീയതി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിയുന്ന റിസൾട്ട് വരുന്ന 4-ാം തീയതി വരെ അവരിത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. 2019 ഞാൻ ഓർക്കുന്നു,
തെരഞ്ഞെടുപ്പ് ഇതിനു മുന്നേ നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുന്നേ അന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് ഒരു സ്കൂപ്പ് പുറത്തു കൊണ്ടുവന്നിരുന്നു. രാഹുൽ ഗാന്ധി MK സ്റ്റാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാകാൻ തയ്യാറായിക്കോളൂ, ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ നിൽക്കുന്നു. അപ്പൊ ഇതുപോലുള്ള അണിയറ നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ഉപശാലക വൃത്തങ്ങളിൽ നിന്ന് ഇങ്ങനെ പലതും കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞാനതാ പറയാം, ജനങ്ങളുമായിട്ടുള്ള കണക്ട് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് അവർക്ക് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ കാണാനോ ചിന്തിക്കാനോ സാധിക്കാത്തത്. മറ്റൊന്ന് കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യമാണ്. അത് BJPയുടെ ഇനിയുള്ള പ്രചരണത്തെയും ഇനിയുള്ള ഘട്ടങ്ങളെയും ഒക്കെ, തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെയും ഒക്കെ വളരെയധികം ബാധിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആശ്വാസം. എങ്ങനെ കാണുന്നു അതിനെ? നോക്കൂ, അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി. അദ്ദേഹം കൊടുത്ത കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത്, അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ചലനമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നത്, ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നോക്കൂ, 2012 ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ 2012 ആം ആദ്മി പാർട്ടി രൂപീകൃതമാകുന്നത് എന്ന് പറയുന്നത്. ഇന്ന് 12 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ആ പാർട്ടിയെക്കുറിച്ച് നോക്കുമ്പോൾ ആ പാർട്ടിയുടെ ഒരു അവസ്ഥ എന്താണ്? അതായത് ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയ അഴിമതികൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ്, കുരിശുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും രൂപം കൊള്ളുന്നത്. 12 കൊല്ലം കഴിയുമ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? അഴിമതിയുടെ പേരിലാണ്, ഡൽഹിയിൽ നടന്ന മധ്യ അഴിമതിയുടെ പേരിലാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയത്. അപ്പൊ ഈ പാർട്ടിയുടെ ദേശീയ കൺവീനർ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ 16ഓളം പ്രധാന നേതാക്കൾ ഇന്ന് ജയിലിലും ബെയിലിലുമായി നിൽക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഒരു ചരിത്രത്തിനുടമയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും എന്നുള്ളത്. നോക്കൂ, ആരൊക്കെയാണ് ആപ്പില് ജയിലിലും ബെയിലിലുമായി കഴിയുന്ന നേതാക്കൾ? അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്, അവരുടെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ഉണ്ട്, സത്യേന്ദ്ര ജെയിൻ ഉണ്ട്, അമാനത്തുള്ള ഖാൻ ഉണ്ട്, സോമനാഥ് ഭാരതി ഉണ്ട്, വിജയ് സിംഗ്ല ഉണ്ട്, താഹിർ ഹുസൈൻ ഉണ്ട്, സഞ്ജയ് സിംഗ് ഉണ്ട്, സന്ദീപ് കുമാർ ഉണ്ട്, നരേഷ് യാദവ് ഉണ്ട്, അഖിലേഷ് പതി ത്രിപാഠി ഉണ്ട്, മനോജ് കുമാർ ഉണ്ട്, ശരത് ചൗഹാൻ ഉണ്ട്, ജിതേന്ദ്ര സിംഗ് തോമർ ഉണ്ട്, ദിനേശ് മൊഹാനി ഉണ്ട്. ഇവരാരും സാധാരണക്കാരല്ല. ഇവരെല്ലാം ആ പാർട്ടിയുടെ MPയോ MLAയോ MLC അല്ല, മുനിസിപ്പൽ കൗൺസിലറോ ആയി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പാർട്ടി അഴിമതിയെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ അധികാരത്തിലേറിയ ഒരു പാർട്ടി 12 കൊല്ലം കഴിയുമ്പോൾ അതിന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും വ്യക്തിപ്രഭാവമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 2013-14 തെരഞ്ഞെടുപ്പിലെ കാലഘട്ടമാണ്. ഒരു മിസ്റ്റർ ക്ലീൻ ഇമേജ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മിസ്റ്റർ ക്ലീൻ ഇമേജ് ആയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ വന്നത്. അന്ന് അരവിന്ദ് കെജ്രിവാൾ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം എവിടെ മത്സരിക്കുന്നു? വാരണാസിയിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് വാരണാസിയിൽ കിട്ടിയ വോട്ടിനേക്കാൾ ഭൂരിപക്ഷം നരേന്ദ്രമോദിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണി എന്താണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്? അവർ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരാദ്യം എന്താണ് അവർ പറഞ്ഞത്? ഈ ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷൻ നിങ്ങൾ നോക്കുക. ഫോർമേഷൻ നടക്കുന്നത് ബീഹാറിലാണ്. അന്ന് എല്ലാവരും പറഞ്ഞു ഇന്ത്യ മുന്നണിയെ നയിക്കാൻ പോകുന്നത് അവരുടെ മുഖം എന്ന് പറയുന്നത് ആരാണ്? നിതീഷ് കുമാറും JDU ആണ്. ഇന്നാ JDU ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടോ? ഇന്നാ JDU BJPയോടൊപ്പമാണ്. NDAയുടെ ഘടകകക്ഷിയാണ് JDU എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് പറയുന്നു? ഇല്ല, അത് ഈ മുന്നണിയെ നയിക്കാൻ സർവ്വതാ യോഗ്യൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് അതിൽ എതിർപ്പുണ്ടായി, മമതാ ബാനർജിയുടെ TMCക്ക് എതിർപ്പുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തു? മുന്നണിക്കൊരു മുഖമില്ലാതെ അവർ മത്സരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇന്ത്യ മുന്നണിയെക്കുറിച്ചും അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യവും അത് ആ മുന്നണിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഉണ്ടാക്കാൻ പോകുന്ന ചലനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടത്. ആം ആദ്മി പാർട്ടി ഈ പറയുന്ന 18ാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളിലാണ് മത്സരിക്കുന്നത്? കേവലം 22 സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത്, ലോക്സഭയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 543 ആണ്. 543-ൽ 22 സീറ്റിൽ മാത്രം, അതായത് കേവലം 4% സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയുടെ ഭാഗധേയം എപ്രകാരമാണ് നിർണ്ണയിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതിവിധികളെ എപ്രകാരമാണ് സ്വാധീനിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആം ആദ്മി പാർട്ടി അവർ നിലകൊണ്ടത് എന്തിനായിരുന്നു? അഴിമതിക്കെതിരെയാണ് എന്ന് പറഞ്ഞാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കേജ്രിവാളിന്റെ 2014 പ്രസംഗം. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അഴിമതിക്കാരികളായ ഈ പറയുന്ന സോണിയാഗാന്ധി, അതുപോലെ തന്നെ ശരത് പവാർ, ലല്ലു പ്രസാദ് യാദവ്, ഇവരെ ഞാൻ ജയിലിൽ അടയ്ക്കാം. ഇപ്പൊ ജയിലിൽ നിന്ന് ബെയിൽ കിട്ടി ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ എന്താണ് പറയുന്നത്? നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പിണറായി വിജയൻ,
MK സ്റ്റാലിൻ തുടങ്ങിയവർ ജയിലിലേക്ക് പോകും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. അപ്പൊ ഇത്തരത്തിലുള്ളൊരു വലിയ വൈരുദ്ധ്യം അവിടെ നിൽക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മുന്നണി എന്ന് പറഞ്ഞാൽ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന ഒരു മുന്നണി മാത്രമാണ്. അപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഭാതത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ, TMC അംഗീകരിക്കുന്നുണ്ടോ, ആ മുന്നണിയിലെ മറ്റേതെങ്കിലും സഖ്യകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് ശരത് പവാറിന്റെ NCP അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു എന്താ പറയുക, വ്യത്യസ്ത ഗ്രൂപ്പുകൾ ചേർന്ന് അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയെ എതിർക്കുക, അദ്ദേഹം കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യയിൽ തുടക്കമിട്ട വികസനങ്ങളെ എതിർക്കുക, പ്രവർത്തനങ്ങളെ എതിർക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, അവർക്കൊരു വിഷൻ ഇല്ല. അരവിന്ദ് കെജ്രിവാളിന് ഉൾപ്പെടെ ഒരു വിഷനോട് കൂടിയല്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ ബെയില് ഒരു കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നന്നായി എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നെങ്കിൽ, ഞാനൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ് പറയുന്നത്, 4-ന് ശേഷം ഇന്ത്യയിലെ പ്രതിപക്ഷവും അതുപോലെ മാധ്യമങ്ങളും എന്താണ് പറയാൻ പോകുന്നത്? അരവിന്ദ് കെജ്രിവാളിനെ BJP പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ BJPയുടെ കുതിപ്പ് തടയാൻ സാധിച്ചേനെ, നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും എത്താൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതായിരിക്കും ഒരു നറേറ്റീവ് അവർ 4-ന് ശേഷം, ജൂൺ 4-ന് ശേഷം അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് മാറി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അരവിന്ദ് കെജ്രിവാൾ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് കാണാം. ഇനിയുള്ള 3 തെരഞ്ഞെടുപ്പുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അത് അപ്രതീക്ഷിതമായിരുന്നില്ലേ? BJP അങ്ങനെ ഒന്ന് കരുതിയിരുന്നോ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, പ്രചാരണത്തിന്റെ ഇടയിൽ കെജ്രിവാൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും എന്ന് കരുതിയിരുന്നോ? നോക്കൂ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് BJP അല്ല, അത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളാണ്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തത് BJP അല്ല, ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിയാണ്. സ്വാഭാവികമായിട്ട് കോടതിയുടെ തീരുമാനങ്ങളെ മാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന നിയമവൃത്തങ്ങളിൽ അത് ഉണ്ടാക്കിയ ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്നു. ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറയുന്ന ഒരു ജുഡീഷ്യൽ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന് ഇത്രയേറെ ആന്റിസിപ്പേറ്ററി ബെയിലിന് ഒരു എന്താ പറയാ ഇടക്കാല ജാമ്യത്തിന് ഒരു ഇടക്കാല ജാമ്യത്തിന് ഇത്രയേറെ ഇന്ററിം ബെയിലിന് ഇത്രയേറെ ജാമ്യ വ്യവസ്ഥകളോടുകൂടി അല്ലെങ്കിൽ ഇത്രയേറെ എന്താ വ്യവസ്ഥയോടുകൂടി ഒരാളെ ജാമ്യത്തിൽ വിടുന്നത് ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അതിലെന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? 50,000 രൂപയും 50,000 രൂപയും ആൾജാമ്യം വേണം എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലെയോ അദ്ദേഹം കടക്കരുത് എന്ന് പറയുന്നു. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമായുള്ള ഫയലുകളിൽ മാത്രമേ ഒപ്പിടാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ കേസിനെ പറ്റിയോ അത് അനുബന്ധപ്പെട്ടോ ആളുകളെ ബന്ധപ്പെടരുത് എന്ന് പറയുന്നു, സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട ഒരു ഫയലുകളും വിളിച്ചു വരുത്തരുത് എന്നും ആര് പറയുന്നുണ്ട്? കോടതി പറയുന്നുണ്ട്. അപ്പൊ ടെക്നിക്കലി നമുക്കൊരു കാര്യം ഇതിൽ ഈ ജാമ്യവ്യവസ്ഥകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കും. ED എന്തൊക്കെയാണോ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞത് തത്വത്തിൽ കോടതി അത് അംഗീകരിക്കുകയാണ്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കോടതിക്ക് പറയാമല്ലോ ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വെക്കൂടാ. അപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനല്ല ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിന് 18ാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായാണ് അവർ ജാമ്യം നൽകിയിരിക്കുന്നത്. വളരെ വ്യക്തമായി കോടതി തന്നെ വിധിയിൽ കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഉയരുന്ന ഈ പറയുന്ന നിയമവൃത്തങ്ങളിൽ ഉയരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ഇപ്പോ ആപ്പിൽ തന്നെ മനീഷ് സിസോദിയ എന്ന ജയിലിലാണ്, എന്തുകൊണ്ട് മനീഷ് സിസോദിയക്ക് ഇത് ആപ്ലിക്കബിൾ ആകുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിന് സ്വാഭാവികമായിട്ട് മറുപടി പറയേണ്ടി വരുന്നത് ഈ പറയുന്ന നിയമവൃത്തങ്ങളും അതുപോലെ തന്നെ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നിയമവൃത്തങ്ങൾ പറയുന്നതും ഇതൊരു വലിയ പാൻഡോരാസ് ബോക്സിനെ ഈ പറയുന്നത് പോലെ സുപ്രീം കോടതി തുറന്നു വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ ബെഞ്ചിലേക്ക് ഇതിനുശേഷം ഹേമന്ത് സോറന്റെ കേസ് വന്നു. ഹേമന്ത് സോറൻ എന്ത് കിട്ടിയിട്ടില്ല? ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നാണ്. കോടതിയുടെ മുന്നിൽ നരേന്ദ്രമോദിയോ ഈ പറയുന്ന ഹേമന്ത് സോറനോ അരവിന്ദ് കെജ്രിവാളോ ഞാനോ നിങ്ങളോ എന്നൊന്നുമില്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ എപ്രകാരം അദ്ദേഹത്തിന് മാത്രം ഈ ഒരു പ്രത്യേക വ്യവസ്ഥകളോടുകൂടി ജാമ്യം കൊടുത്തു? ആ ജാമ്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം 2-ാം തീയതി തിരിച്ച് ജയിലിൽ പോകണം എന്നുള്ളതാണ്. സാധാരണ ഇത്തരം കർശനമായ ജാമ്യ വ്യവസ്ഥകൾ ആർക്കാ കൊടുക്കുന്നത്? കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാണ്. ശിക്ഷിക്കപ്പെട്ട് പോകുന്ന ഒരാള് ഈ പറയുന്ന ഇടക്കാല ജാമ്യവുമായിട്ട് ഇന്ററിം ബെയിലായിട്ട് പുറത്തിറങ്ങുമ്പോൾ അവർക്കാണ് എന്ത് പറയുന്നത്? നിങ്ങൾ ഇന്ന ദിവസത്തിൽ എന്ത് ചെയ്യണം? തിരിച്ച് ജയിലിലേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പൊ കോടതിയുടെ മുന്നിൽ കോടതി അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നതിൽ ഇതിൽ കൂടുതൽ എന്ത് വേണ്ട? തെളിവുകൾ വേണ്ട. ഇത് വളരെ വ്യക്തവുമാണ്. പിന്നെ മറ്റുള്ള കോടതി ജനാധിപത്യ വ്യവസ്ഥയൊക്കെ മാനിച്ചുകൊണ്ട് ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തോട്ടെ,
അത്രമാത്രമേ കോടതി വിചാരിച്ചിട്ടുള്ളൂ. അത്ര മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ വിചാരിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. പക്ഷേ ഇതിൽ ഉയരുന്ന ചില, ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമ വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഹേമന്ത് സോറന് ജാമ്യം കിട്ടിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കോടതിയുടെ മുന്നിൽ അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വലിയ പാർട്ടി ചെറിയ പാർട്ടി എന്നൊന്നുമില്ല. ജനാധിപത്യത്തിലുള്ളത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആണ്. എല്ലാവർക്കും ഇപ്പൊ CPM-നും BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ നീതിന്യായ വ്യവസ്ഥയും ഒന്ന് തന്നെയാണ്. CPM-ന് വ്യത്യസ്തവും BJP-ക്ക് വ്യത്യസ്തവും എന്നൊന്നുമല്ല. അപ്പൊ അത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ ഈ പറയുന്ന ഇന്ററിം ബെയിലിൽ ഇടക്കാല ജാമ്യം ഈ അരവിന്ദ് കെജ്രിവാളിന് നൽകിയ വിഷയത്തിൽ അത് ബാക്കി നിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് പിൽക്കാലത്ത് അത് കോടതി അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറഞ്ഞു വെക്കുന്നതും എന്നുള്ളത്. നമുക്ക് BJP-യെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിനെയോ രാഹുൽ ഗാന്ധിയോ ശരത് പവാറിനെയോ ഹേമന്ത് സോറനെയോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുമായാണ് സംവദിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങളുടെ നയം എന്താണ് എന്ന് മുന്നോട്ട് വെച്ചിട്ടാണ്, ഞങ്ങൾ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്താണ് എന്ന് നമുക്ക് 4-ാം തീയതി കാണാൻ സാധിക്കുന്നു. ഇതേ അരവിന്ദ് കെജ്രിവാൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചു എന്ന് മാത്രമല്ല, ഡൽഹിയുള്ള 7 ലോക്സഭാ സീറ്റുകളിലും അവർ പരാജയപ്പെട്ടു. 2019 മാപ്പ് അവിടെ പരാജയപ്പെട്ടു. അപ്പൊ 2024 വരുമ്പോൾ എന്ത് മാറ്റാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ കെട്ടിപ്പൊക്കുന്ന ചില ബിംബങ്ങളാണ്. സ്വയം വിമർശനാത്മകപരമായി മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടെയാണ്. എന്താണ് ഈ പറയുന്നതിലൊക്കെ വസ്തുതയുണ്ടോ? അരവിന്ദ് കെജ്രിവാൾ വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഇന്ത്യ മുന്നണിക്ക് വരാൻ പോകുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ, എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി കേവലം 22 സീറ്റിൽ മാത്രമാണ് ഇന്ത്യയിൽ മത്സരിക്കുന്നത് എന്നുള്ള വസ്തുത നിങ്ങൾ മറച്ചു പിടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഡൽഹിയിൽ ഉള്ള ഒരു എലൈറ്റ് ഗ്രൂപ്പ്, ഒരു യൂട്ടൻസ് മീഡിയ എന്ന് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർക്കൊരു വലിയ നിരാശയുണ്ട്. ആ നിരാശ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെയും മാധ്യമങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവുകളാണ്. എല്ലാ മാധ്യമപ്രവർത്തകരെയും അത് ബാധിച്ചിട്ടില്ല, ഒരു വിഭാഗത്തെ നമുക്ക് പറയാം. അത് നമ്മൾ ജനറലി നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറിയ തോതിലുള്ള ഒരു വിഭാഗത്തെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിൽ മാധ്യമങ്ങളുടെ തലക്കെട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പല മാധ്യമങ്ങളിലും വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നതാണ്. നോക്കൂ, ആദ്യം അവർ പറഞ്ഞു ജിഗ്നേഷ് മെവാനി വരുന്നു. ഒരു പ്രധാനപ്പെട്ട മാധ്യമം പറഞ്ഞാണ് അവർ ജിഗ്നേഷ് മെവാനിയെ ഭയക്കുന്നു. BJP ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. നിങ്ങൾ ആലോചിക്കണം ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ഗുജറാത്തിൽ എന്നുള്ളത്. അവിടെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ കുറച്ചു കാലത്ത് അവരുടെ പ്രിയപ്പെട്ടവനായി മാറിയത് ആരാണ്? ചന്ദ്രശേഖർ ആസാദാണ്. ഇവിടെ UP-യിൽ, ഉത്തർപ്രദേശിൽ അവർ പറഞ്ഞു ദളിത് രാഷ്ട്രീയത്തിൽ ഇനി രാവണക്കാലം എന്ന് പറഞ്ഞിട്ട് മായാവതി പോയി ഈ നമ്മള് ഏതൊരു കോമഡി ഷോയിൽ പറഞ്ഞതുപോലെ ജവഹർ ഒഴിഞ്ഞു ഇനി കഠാരൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ ആണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോ രാവണന്റെ കാലാണ്, അതുകൊണ്ട് ആര് മാറിക്കഴിഞ്ഞു? ചന്ദ്രശേഖർ ആസാദാണ്. ആര് മാറുന്നു അവിടെ? നരേന്ദ്രമോദി മാറുന്നു, പിന്തള്ളപ്പെടുന്നു എന്ന് പറഞ്ഞു. കുറച്ചു കാലം നിങ്ങൾ രാകേഷ് ടിക്കായത്തിന്റെ പുറകെ നടന്നു. രാകേഷ് ടിക്കായത്ത് ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് വരുന്നു, BJP-യെ കർഷക സമരത്തിലൂടെ മറിച്ചിടാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും വിചിത്രമായി എനിക്ക് തോന്നിയ ഒരു തലക്കെട്ട് കേരളത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പത്രത്തിന്റെ ഓൺലൈനിൽ വന്നതാണ്. അത് പറഞ്ഞിരിക്കുന്നത് കന്നയ്യകുമാറിനെ കുറിച്ചുമാണ്. ഇന്ത്യൻ ചെഗുവേര ജനിച്ചു, മോദി ഇനി ഉറങ്ങില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കന്നയ്യകുമാറിനെ കുറിച്ച് പറഞ്ഞാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സന്ദർഭം എന്നുകൂടെ നമ്മൾ നോക്കണം. കന്നയ്യകുമാർ വിത്ത് ഈ സേസി വെൻ ടു കോൺഗ്രസ്. കോൺഗ്രസിലേക്ക് കന്നയ്യകുമാർ മാറിക്കഴിഞ്ഞു. കന്നയ്യകുമാറിൽ വലിയ പ്രതീക്ഷ ഏൽപ്പിച്ചിരുന്നായിരുന്നു ആര്? ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇന്ന് ആ കന്നയ്യകുമാർ എവിടെയാണ്? കോൺഗ്രസിലാണ്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഇന്ററിം ബെയിൽ കിട്ടുന്നത് വരെ ഇവരുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് താരമാണ്, ധ്രുവ് റാഠി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് താരമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഈ ഗോൾ പോസ്റ്റ് മാറ്റി മാറ്റി നിങ്ങൾ എന്തിനാ കളിക്കുന്നത്? നിങ്ങളൊരു നേതാവിനെ പറയൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് നിങ്ങളുടെ നേതാവ് എന്ന് പറയാൻ നിങ്ങൾ മടിക്കുന്നു? ഇനിയിപ്പോ രാഹുൽ ഗാന്ധി അല്ല, പകരം ശരത് പവാർ ആണെങ്കിൽ ശരത് പവാർ എന്ന് പറയൂ. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയൂ. ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ നേരിടും. അതല്ലേ അതിൻ്റെ ഒരു എന്താ പറയാ, തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ത്യൻ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നു. നിങ്ങൾ നോക്കൂ, പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ച കാണാം. 543 സീറ്റുകളുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് 26 പാർട്ടികളുടെ ഒരു അലയൻസ് ആയ, അവരുടെ ഒരു 26 പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ ഇന്ത്യ മുന്നണിയുടെ വിവിധ പാർട്ടികൾ
683 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ആകെ 543 സീറ്റേ ഉള്ളൂ. നിങ്ങൾ പറയുന്നു നിങ്ങളൊരു അലയൻസ് ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പരസ്പരം കാൻഡിഡേറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽഡ് ചെയ്യാൻ പറ്റുന്നത്? 543 അംഗ സംഖ്യയുള്ള പാർലമെന്റിലേക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് 683 പേര് മത്സരിക്കുന്നു എന്ന് വലിയ പ്രസക്തമായ ചോദ്യമുണ്ട്. നമുക്ക് ജനങ്ങൾ വിഡ്ഢികളല്ല. BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു മുന്നണിയായിട്ടാണ്. ഇന്ത്യ ഒരു മുന്നണിയായിട്ടാണ്. ഏകദേശം 24ഓളം രാഷ്ട്രീയ പാർട്ടികൾ ആ മുന്നണിയിലുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളുടെ സഖ്യകക്ഷികൾ ആരും പരസ്പരം മത്സരിക്കുന്നില്ല? അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്ന പാർട്ടി BJP ആണ്. 441 സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ സഖ്യകക്ഷികൾ ആരും തന്നെ ഈ പറയുന്ന 543 പാർലമെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു സ്ഥലവുമില്ല. സൗഹൃദ മത്സരം എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. കാര്യം ഞങ്ങളൊരു മുന്നണിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പൊ ഇടതുപക്ഷത്തിനൊക്കെ സംഭവിച്ചിരിക്കുന്ന അപജയവും അതിന്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് നോക്കണം. ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുകയും എന്നെ ജയിപ്പിക്കണമെന്ന് വയനാട് ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ ആനി രാജയും ഡി രാജയും വോട്ട് പിടിക്കാൻ പോവുക. എവിടെ? റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഇത്തരം വൈരുദ്ധ്യങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കും. അതിനുള്ള തിരിച്ചടിയായിരിക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജൂൺ 4 സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്താ സമ്മേളനം എല്ലാവരും ആകാംക്ഷയോടെ കേട്ടിരുന്നതാണ്. അത് രാജ്യമെങ്ങും അതിൽ പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ എടുത്തു പറഞ്ഞ ഒന്ന്, ഒരുപക്ഷെ NDA അധികാരത്തിൽ വരികയാണെങ്കിലും ആരായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന അതുമായി ബന്ധപ്പെട്ട് ചില ദുസ്സൂചനകൾ നൽകുക കൂടിയാണ് കെജ്രിവാൾ ചെയ്തത്. അതായത് മോദിക്ക് അടുത്ത വർഷം 75 വയസ്സ് കഴിയുകയാണ്. പിന്നെ എങ്ങനെയാണ് മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതിനെങ്ങനെയാണ് BJP നോക്കിക്കാണുക? ആ ചോദ്യത്തിൽ തന്നെ പ്രശ്നമുണ്ട്. ഈ 75 വയസ്സ് കഴിഞ്ഞാൽ BJPയിൽ പെൻഷൻ പ്രായം എന്ന് BJPയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. BJPയുടെ ഒരു നാഷണൽ കൗൺസിലോ നാഷണൽ എക്സിക്യൂട്ടീവിലോ തീരുമാനവും എടുത്തിട്ടില്ല. അപ്പോൾ മോദി 75 വയസ്സ് കഴിഞ്ഞാൽ മാറും എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് പോയി ഇന്ത്യ മുന്നണി. അപ്പൊ അവര് ജനങ്ങളോട് പറയാണ് 75 കഴിഞ്ഞാൽ മോദി മാറും. അപ്പൊ അവരൊരു പ്രതീക്ഷ കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നോക്കൂ, 75 കഴിഞ്ഞാലും മാറില്ല. അസന്നിഗ്ധമായി ശ്രീ അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്, നരേന്ദ്രമോദി തന്നെയാണ് ഞങ്ങളുടെ ഫേസ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയാണ് എന്ന് അസന്നിഗ്ധമായി ഈ പറയുന്ന ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററും ഞങ്ങളുടെ പാർട്ടിയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന ശ്രീ അമിത്ഷാജി വ്യക്തമാക്കിയിട്ടുണ്ട്. BJPക്ക് അങ്ങനെ ഒരു നയമില്ല. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പറ്റം മാധ്യമങ്ങളും ഈ പറയുന്ന പ്രതിപക്ഷങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ BJPയിൽ എന്താ പറയുക, പെൻഷൻ പ്രായമാണ്, BJP നേതാക്കൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ അവസ്ഥ എന്തായിരുന്നു? ലാൽകൃഷ്ണ അദ്വാനിയെ വെച്ചിട്ടല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത്. അദ്ദേഹം 75 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നില്ലേ? അപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ പലപ്പോഴും പല ആളുകൾക്കും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ പ്രായത്തിന്റെ ഇല്ല. ഈ പ്രായത്തിന്റെ ഒരു നറേറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് തൽപര കക്ഷികൾ മാത്രമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് മോദിയെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളും അവരോടൊപ്പം നിൽക്കുന്ന ആളുകളും എന്ന് പറയുന്നത്, അതിനെ അത്തരം തലപ്പൊക്കമുള്ള, മോദിയോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് അവരുടെ കൂടെ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? BJPയോ അല്ലെങ്കിൽ ജനസംഘമോ, നിങ്ങൾ 52 മുതലുള്ള ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുക. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഒരു മുഖം വെച്ചാണ് നേരിട്ടിട്ടുള്ളത്. 52 തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾക്കൊരു മുഖമുണ്ട്. ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയെ വെച്ചായിരുന്നു ഞങ്ങൾ ആ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത്. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്തരം മുഖങ്ങളുണ്ട്. അടൽ ബിഹാരി വാജ്പേയി ഞങ്ങളുടെ മുഖമായിരുന്നു. ഞങ്ങളിങ്ങനെ സഖ്യമായതുകൊണ്ട് ഒളിച്ചു വെച്ചിട്ട് ഇന്നയാളെ പ്രധാനമന്ത്രിയാക്കും എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. 96-ലും 98-ലും ഒക്കെ ഞങ്ങൾ അടൽജിയെ വെച്ചിട്ട് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുന്നേയുള്ള തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കുക. 2009-ലെ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ മുഖം എന്ന് പറയുന്നത് ലാൽകൃഷ്ണ അദ്വാനിജിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ജനങ്ങളോട് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി? ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് ഞങ്ങൾ ജനങ്ങളോട് കാലേക്കൂട്ടി പറയുകയാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്തതുപോലെ വയനാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം റായ്ബറേലിയിൽ ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പറയുന്ന പോലുള്ള ഒരു ഇരട്ടത്താപ്പ് ഞങ്ങൾ കാണിക്കാറില്ല. ഒരു നേതാവ് 2 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നെങ്കിൽ ആദ്യം തന്നെ പറയും ഞങ്ങൾ 2 സ്ഥലങ്ങളിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് മത്സരത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്തരം പ്രകടമായ വ്യത്യാസം ഈ പറയുന്ന 2 രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്ന 2 അലയൻസുകളും തമ്മിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത്തരത്തിൽ സംശയം ഉണ്ടാകില്ല.
ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJP അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും എന്നുള്ളത് അത് നരേന്ദ്രമോദി തന്നെയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റിംഗ് ഉള്ള നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. നിങ്ങൾ ഏത് രാജ്യത്തെ എടുത്തു നോക്കിയോളൂ, ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റിംഗ് ഉള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അത്തരത്തിൽ ഒരു നേതാവ് ഇല്ലാത്തതിന്റെ പ്രതിപക്ഷം എടുത്തു പറയുന്നത് ഈ 75 വയസ്സ് എന്നുള്ള കാര്യത്തിൽ അദ്വാനിയെ മാറ്റി നിർത്തി, മുരളി മനോഹർ ജോഷിയെ മാറ്റി നിർത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഈ ലാൽകൃഷ്ണ അദ്വാനിജിയോ അല്ലെങ്കിൽ ശ്രീ മുരളി മനോഹർ ജോഷിയോ എവിടെയെങ്കിലും ഒരു പേരിനെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്? ഇല്ല. ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി, 75 വയസ്സ് പോട്ടെ, ഞാനത് വീണ്ടും വിടുന്നു, ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു നറേറ്റീവാണ്. അതായത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവാണ്. ഈ നറേറ്റീവുകളുടെ ആയുസ് വളരെ കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഇത് പിടിക്കപ്പെടും, അല്ലെങ്കിൽ ഈ കള്ളി വെളിച്ചത്താക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത് 18ാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് ജൂൺ 4 ജൂൺ 4 നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയേണ്ടി വരും. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും കാലം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ 1ാം ഘട്ടം മുതൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന 4ാം ഘട്ടം, അത് കഴിഞ്ഞിട്ടുള്ള ഇനി 3 ഘട്ടങ്ങൾ, 7ാം ഘട്ടം വരെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരും. സ്വാഭാവികമായിട്ട് എന്താ ആരുടെ വിശ്വാസ്യതയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. നിങ്ങൾക്ക് മോദി വിരോധമാകാം, BJP വിരോധമാകാം, BJPയുടെ നേതാക്കളെ നിങ്ങൾക്ക് വിമർശിക്കാം, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ വസ്തുതകളായി പറയാൻ മടിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. നോക്കൂ, ഗുജറാത്തിൽ പോലും BJPക്ക് കാലിടറും എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളും ചർച്ചകളും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എന്ത് വസ്തുതയുടെ പേരിലാണ് ഇത് പറയുന്നത്? കോൺഗ്രസിന് ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ പറ്റിയിട്ടില്ല. സൂറത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി എതിരില്ലാത്ത തെരഞ്ഞെടുക്കപ്പെടുകയാണുണ്ടായത്. അതും ഇനി BJPയുടെ കുറ്റമാണോ? കോൺഗ്രസിലെ കാൻഡിഡേറ്റ് കോൺഗ്രസിൽ നിന്ന് പോയത് BJPയുടെ കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ദിശാബോധമില്ലാത്ത ഒരു പാർട്ടി നയിക്കുന്ന മുന്നണിയായിട്ട് ഇന്ത്യ അലയൻസും അതുപോലെ തന്നെ കോൺഗ്രസും മാറിക്കഴിഞ്ഞു. അതിപ്പോ നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും, ഞാൻ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നു, എത്ര ശ്രമിച്ചാലും ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഈ ചർച്ചയിലിരിക്കുന്നത്, ചിലപ്പോൾ 2029 നമ്മൾ ഇരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പോകുന്ന നേതാവ്. ചെറുപ്പക്കാരനായ ആള് എന്നായിരിക്കും പറയാൻ പോകുന്നത്. ചെറുപ്പക്കാരനായ പയ്യൻ, അയാൾ പ്രധാനമന്ത്രിയാകട്ടെ എന്നുള്ളതായിരിക്കും അവർ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫെയിൽഡ് എക്സസൈസ് ആണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി അവർ നടത്തുന്ന ഒരു ഫെയിൽഡ് എക്സസൈസ് ആണ്. നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അപ്പൊ നിങ്ങൾ വാർത്തകൾ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കാൻ മടിച്ചാലോ ജനം അറിയില്ല എന്നുള്ള ഒരു വിചാരം വേണ്ട. സ്വാഭാവികമായിട്ട് മറ്റു രീതിയിൽ ജനങ്ങൾക്ക് അത് അറിയാനുള്ള സംവിധാനങ്ങളും മീഡിയവും ഉണ്ട്. BJP എല്ലാ കാലത്തും വിമർശനങ്ങൾ നേരിട്ടൊരു പാർട്ടിയാണ്. വിമർശനങ്ങളെ വളരെ സഹിഷ്ണുതയോടുകൂടി മാത്രം നേരിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനസംഘവും. ഞങ്ങളോളം തോൽവികൾ ഏറ്റുവാങ്ങിയ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലല്ല ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യവും സംശയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജയം വരുന്ന സമയത്ത് അമിതമായി ആ ജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയോ പരാജയം വരുന്ന സമയത്ത് നിരാശയുടെ പടുകുഴിയിലേക്ക് പോവുകയോ ചെയ്യുന്ന പ്രവർത്തകരോ പ്രത്യയശാസ്ത്രമോ നേതൃത്വമോ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. 1984 2 സീറ്റുകൾ മാത്രമാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, എക്കാലത്തെയും പാർട്ടിയുടെ മുഖമെന്ന് പറയാൻ സാധിക്കുന്ന സൗമ്യനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ പരാജയപ്പെട്ടു. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അന്ന് അടൽജി തായ്ലാന്റിലേക്കോ മ്യാൻമാറിലേക്കോ ഒന്നും അല്ല പോയത്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. BJP ഉടനെ ജനാധിപത്യത്തിൽ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. വീണ്ടും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങളെ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ ആശയങ്ങൾ അവരിലേക്ക് പറഞ്ഞു. അതിനുശേഷം 96-ലും 98-ലും ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ സാധിച്ചു. ഇതേ സംഭവം തന്നെയാണ് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലും സംഭവിച്ചിരിക്കുന്നത്. 2004-ൽ നരേന്ദ്രമോദിയോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേട്ടയാടപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയക്കാരനുണ്ടോ? എന്തൊക്കെയാണ് എഴുതിപ്പിടിപ്പിച്ചത് അദ്ദേഹത്തെ കുറിച്ച്? 2004-ൽ അദ്ദേഹത്തിന് പൂർണ്ണമായി ജനം പിന്തുണ നൽകുന്നതല്ലേ നമ്മൾ കണ്ടത്. എത്ര വർഷത്തിന് ശേഷമാണ് ഒരു പാർട്ടിക്ക് മെജോറിറ്റി ക്രോസ് ചെയ്യാൻ സാധിക്കുന്നത്? ഇന്ത്യയിൽ ഒരു സിംഗിൾ പാർട്ടിക്ക് മെജോറിറ്റി ക്രോസ് ചെയ്യാൻ സാധിക്കുന്നത് ഏകദേശം 30-35 വർഷത്തിന് ശേഷമാണെന്ന് സാധിക്കുന്നത്. അത് തന്നെ 2019 ആവർത്തിച്ചില്ലേ? അത് തന്നെയാണ് 2024 ആവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള കണക്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക്, കോൺഗ്രസിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വിട്ടുപോകുന്നു എന്നുള്ളൊരു സത്യമാണ്. കാര്യം നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെ വിശ്വസിക്കും എന്നൊരു ചോദ്യമുണ്ട്. നോക്കൂ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പരസ്പരം കേരളത്തിൽ മത്സരിച്ച് പോരടിച്ച് പോയിട്ടാണ് നിരുപാധിക പിന്തുണ 1ാം UPA സർക്കാരിന് ആര് കൊടുക്കുന്നത്? ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് കൊടുക്കുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 44ഓളം MP മാരുണ്ടായിരുന്നു ഇന്ത്യയിൽ.
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താ? എന്തുകൊണ്ട് അവരുടെ എന്താ പറയുന്നത്, അവരുടെ കോട്ടകളായിരുന്ന സംസ്ഥാനങ്ങൾ അവരെ കൈവിട്ടു? നിങ്ങളെ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കോൺഗ്രസിന് പിന്തുണ കൊടുക്കാനല്ല. റിസൾട്ട് വരട്ടെ, ചിഹ്നം പോകുമോ എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ചിഹ്നം എന്നുള്ളതിൽ മാത്രമല്ല, അപ്പോൾ കേരളത്തിലെ വളരെ എന്താ പറയാ ആദരണീയനായ ഒരു CPM നേതാവ് പറഞ്ഞത്, ഇത്തവണ ഒന്നും കിട്ടിയില്ലെങ്കിൽ, ഇത്തവണ കഴിച്ചിലായില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരപ്പട്ടിയിലൊക്കെ മത്സരിക്കേണ്ട ഒരു ഗതികളിലേക്ക് പാർട്ടി എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ പറയുന്നത്, ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. സ്വയം വിമർശനപരമായിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. നിങ്ങളുടെ കേഡർ, നിങ്ങളെ വിശ്വസിച്ച് ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്തത് കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ ആണോ എന്ന്. നമുക്കൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾ നോക്കേണ്ട 2004 ശേഷമാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നത്. കേരളത്തിൽ കനലൊരു തരി എന്ന പേരിലേക്ക് മാറി. ഇതായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ബംഗാളിലാണെങ്കിൽ പൊടി പോലും ഇല്ല, ഹാർപ്പിക്കിന്റെ അവസ്ഥയാണ്, പൊടി പോലും ഇല്ല കണ്ടെത്താൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറ്റി. ത്രിപുര അവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ജനങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ മാപ്പ് തരില്ല. അവർ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത് സത്യമുള്ള ഒരു ജനതയാണ്. മറ്റ് ഈ പറയുന്നത് പോലെ എന്താ പറയുക, വ്യത്യസ്തമായി ചിന്തിക്കുന്നു, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു, വ്യത്യസ്ത കൾച്ചർ ഇരുന്നു. പക്ഷെ അവരെ ഒന്നിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, അതൊരു ഇന്ത്യൻനെസ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ സംസ്കാരവും അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യമൊക്കെയാണ്. അവിടെ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അതിലേക്കാണ് നിങ്ങൾ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ജനം തള്ളിക്കളയുന്നു അത്തരം വിഷയങ്ങൾ. ഉറച്ച നിലപാടുള്ള, ഉറച്ച തീരുമാനങ്ങളുള്ള, കൃത്യമായി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന സുസ്ഥിരമായ ഒരു മുന്നണിക്കും ഒരു നേതാവിൻ്റെയും പിന്നിൽ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ 2014 കണ്ടത്, 19 കണ്ടത്, 24 കാണാൻ പോകുന്നത്. അത് തന്നെയാണ്, യാതൊരു സംശയവും. ഏതായാലും ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ, ജൂൺ 4 നമുക്ക് വ്യക്തത വരും ഈ കാര്യത്തിൽ. ജനം ജയരാജ് പറഞ്ഞ പോലെ തന്നെ വസ്തുതകളെല്ലാം മുൻകൂട്ടി അറിയുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലം കൂടിയാണ്. കൂടുതൽ കാര്യങ്ങൾ അവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ഒരു വഴി കൂടിയാവും ഏതായാലും ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം. വളരെയധികം നന്ദി.